ഇന്നും രാവിലെ തന്നെ അടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ്. പ്രതീക്ഷിക്കാത്തതെന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒരടിയിലേക്ക് പോകുന്ന ലെവലിലേക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്നാൽ അനുമോളോട് വ്യക്തമായിട്ടുള്ള പ്രതിഷേധം കാണിക്കുന്ന ഒരാളാണ് മറ്റാരുമല്ല, ലക്ഷ്മി. ലക്ഷ്മി വൈൽഡ് കാർഡായിട്ട് വന്ന സമയം തൊട്ടേ അനുമോൾ ഒരു സ്ട്രോങ് മത്സരാർത്ഥിയാണ്. അനുമോളുമായിട്ട് ഫൈറ്റ് ചെയ്താൽ തനിക്ക് സ്ക്രീൻ പ്രസൻസ് കിട്ടും എന്ന ബോധ്യമുള്ള ഒരാളാണ് ഈ പറയുന്ന ലക്ഷ്മി. ലക്ഷ്മിക്ക് അങ്ങനെ ടാർഗറ്റഡ് ആയിട്ടുള്ള അനുമോൾ മാത്രമല്ല, അനുമോളും ഷാനവാസും എല്ലാം അത്തരത്തിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. കാരണം ഷാനവാസ് ഇപ്പോഴാണ് ഇത്തരത്തിലൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് മാറിയത്. ഷാനവാസ് ശരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊന്നും അല്ലാതെ നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഷാനവാസിനെയും ടാർഗറ്റഡ് ആക്കിയിരുന്നു. എന്നാൽ ഇന്നിപ്പോ വിസിബിൾ ആയിട്ട് ലക്ഷ്മി അനുമോളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാണ്. ഇപ്പൊ ഇന്ന് നടന്ന സംഭവം പറയാം. എല്ലാ ദിവസവും, ആദ്യമായിട്ടല്ല, എല്ലാ ദിവസവും അനുമോള് വളരെ ലേറ്റ് ആകുമ്പോഴാണ് കുളിക്കാനും എല്ലാത്തിനും പോവുക. ഒന്ന് കുളിച്ചിട്ട് തുണിയെല്ലാം കഴുകി വെച്ചിട്ടായിരിക്കും വന്ന് ലേറ്റ് ആയിട്ടാണ് കിടക്കാറുള്ളത്. ഇത് ഞാൻ എല്ലാ ദിവസവും എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം, അനുമോളുടെ അമ്മയൊക്കെ വീട്ടിൽ വന്ന സമയത്ത് അനുമോളോട് നീ ഇങ്ങനെ രാത്രി എന്തു ഈ കവറും കൊണ്ട് പോകുന്നേ എന്ന് ചോദിക്കുന്നതുണ്ടായിരുന്നു. അപ്പൊ അനുമോള് പറയുന്നുണ്ട് എന്റെ സാധനങ്ങളെല്ലാം കവറിനകത്താണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഇത് എടുത്തു പറഞ്ഞത് അനുമോളെ കുറ്റം പറയുന്ന കുറച്ച് പേർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇന്നലെ നടന്നെന്ന് വെച്ചാല് അനുമോള് വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ ഉജാല വെള്ളത്തിലെ കണ്ട് മുക്കി വെക്കും. അത് രാത്രി മുക്കി വെച്ചിട്ട് രാവിലെ ആവുമ്പോഴാണ് അത് പിഴിഞ്ഞ് നൂത്തിട്ടാൽ മതി. ഇപ്പൊ കഴുകിയതിന് ശേഷം മറ്റേ ഉജാല മാത്രമല്ല, മറ്റേ അതിന്റെ ആ ഒരു പശയുള്ള ആ ഒരു സംഭവമുള്ള സ്റ്റിഫൻ ഷൈൻ, സോറി എനിക്ക് അത് അതിന്റെ പേര് ഓർമ്മ വന്നില്ല. അപ്പൊ അതിനകത്ത് മുക്കി വെച്ചിട്ട് പുള്ളിക്കാരി രാവിലെയാണ് അതെടുത്ത് വിരിച്ചിടുന്നത്.